നമ്മുടെ കർത്താവ് യേശു മിശിഹായിൽ എൻ്റെ സഹോദരനും പരിശുദ്ധ 3 സുന്നതദോസുകളിലെ സ്തുതി ചൊവ്വുള്ള, അതായത് ഓർത്തഡോക്സ് ചൊവ്വായി സ്തുതിക്കുന്ന വിശ്വാസത്തിൽ സംബന്ധിയും ആത്മീയ മകനുമേ കേട്ട് മനസ്സിലാക്കുക. കർത്താവ് യേശു മിശിഹായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിക്കാനും ബഹുമാനമുള്ളതും അമൂല്യമായ നൽവരം ശ്രേഷ്ഠമായി പദവിക്ക് അയോഗ്യനായ എൻ്റെ ബലഹീനത വഴി പ്രാപിക്കുവാനും ഉന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും അതുല്യമായ പദവിക്കും അടുത്തു വരുവാനും നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നുവല്ലോ. വാത്സല്യവാനും അനുഗ്രഹിക്കപ്പെട്ടവരുമായ മകനെ, ഇപ്പോൾ ഒന്നാമത് ഈ ഉന്നത പദവിയുടെ നൽവരത്തിന് നിനക്ക് വിഹിതമായിരിക്കുന്ന മാർഗം ഞാൻ പറഞ്ഞു തരുന്നു. കർത്താവ് യേശു മിശിഹായുടെ മർമ്മങ്ങൾക്ക് വിശ്വസ്തരും ദൃക്സാക്ഷികളും ആയി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്നതുപോലെ അതിൽ തന്നെ നീ തടസ്സം കൂടാതെയും യാതൊരു കളങ്കം കൂടാതെയും നടന്നുകൊണ്ട് വാഴ്ത്തപ്പെട്ട മകനെ, കർത്താവ് യേശു മിശിഹാ തൻ്റെ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയും അവർ സ്ലീഹന്മാർ വഴി സഭാമക്കളെയും എല്ലാ പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും ഏൽപ്പിക്കുകയും അവർ അവരുടെ കാലയളവിലെ പിന്തുടരുക അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിച്ച് ചെയ്തവരാറുള്ള സത്യവിശ്വാസം യാതൊരു വ്യത്യാസവും കൂടാതെ പാലിക്കുവാനും പഠിപ്പിക്കുവാനും നിനക്ക് ചുമതലയുണ്ട്. അതിലൊന്നാമത് പിതാവിലും പുത്രനിലും പരിശുദ്ധരുമായുള്ള വിശ്വാസം തന്നെ. അവർ പരിശുദ്ധ 3 ഗുരുമാരുള്ള സത്യ ഏക ദൈവമാകുന്നു. നിൻ്റെ വിശ്വാസം പരസ്യമായി രഹസ്യമായി അത് തന്നെ ആയിരിക്കണം. വായുകൊണ്ടും നാവുകൊണ്ടും അത് പ്രഖ്യാപിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനമാണ് രണ്ടാമത്തെ ഏക ഗുരുമ, തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിനെ ദർഹീതപ്രകാരം സ്വർഗത്തിലിറങ്ങി ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഗർഭത്തിൽ വസിക്കുകയും തൻ്റെ പരിശുദ്ധ സ്നേഹത്താൽ അവളിൽ നിന്ന് ജഡധാരണയും ചെയ്യുകയും ചെയ്തുവെന്നും കന്യമറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ വസിക്കുമ്പോൾ തന്നെ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നിരുന്നുവെന്നും വിശ്വസിക്കണം. അവിടുത്തെ കരുണകൾക്ക് സ്തുതി. അവിടുന്ന് പരിപൂർണ്ണ ദൈവവും പരിപൂർണ്ണ മനുഷ്യനുമാകും. പുറത്തുള്ളവർ പറയുന്ന പോലെയല്ല. വീണ്ടും ഓർത്തഡോക്സ് വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ വിശ്വസിക്കുവാൻ നിനക്ക് ചുമതലയുണ്ട്. സ്ലീഹന്മാരുടെ തലവനായ മാർ പത്രോസിനെയും നമ്മുടെ പിതാവായ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായെയും അവരുടെ സഖികളെയും 72 അറിയിപ്പുകാരെയും അവരുടെ വിശ്വാസത്തിൽ നീ പിന്തുടരണം. വീണ്ടും ഭക്തിപരനായ മാർ ഇഗ്നാത്തിയോസിനെയും ദിവനാസിയോസിനെയും യൂലിയോസിനെയും അത്താനാസിയോസിനെയും ബാസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഈവാനിയോസിനെയും വായുടെ താക്കോലായ കൂറിലോസിനെയും സത്യവിശ്വാസികളായെന്ന എല്ലാ പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും അവരുടെ ജീവിതത്തിലും വിശ്വാസത്തിലും പിൻപറ്റണം. കൂടാതെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ കാതോലിക്കാ ബാവായുടെയും ബലഹീനനായ എൻ്റെ ഈ കൽപ്പനകൾ നീ അനുസരിക്കണം. അവരുടെ വഴിയിൽ നടക്കണം. അവരുടെ കാര്യങ്ങളെ അവലംബമാക്കണം. സത്യവിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്ന എല്ലാ വിശ്വാസ വിപരീതത്തെയും ദ്വേഷിക്കുകയും ശപിക്കുകയും ചെയ്യണം. ആയിക്കോട്ടെ. ഞാൻ ശപിക്കുന്ന സകലവും നീ ശപിക്കുകയും അവിടുന്ന് ശപിക്കുകയും സകലവും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യും. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലം ഞാൻ ശപിക്കുന്ന സകലവും നീ ശപിക്കുകയും അവിടുന്ന് ശപിക്കുന്ന സകലം ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യും. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലം ഞാൻ ശപിക്കുന്ന സകലവും നീ ശപിക്കുകയും അവിടുന്ന് ശപിക്കുന്ന സകലം ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലം വേദവിപരീതങ്ങളെ ഇവിടെ ചേരുകയില്ല സത്യം ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലം ഞാൻ ഏറ്റുപറയുന്നതെല്ലാം നീ ഏറ്റുപറയുകയും ചെയ്യും. അവിടുന്ന് ഏറ്റുപറയുന്നതെല്ലാം ഞാൻ ഏറ്റുപറയും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുന്നു. അവിടുന്ന് വിശ്വസിക്കുന്ന സകലം ഏറ്റുപറയുന്നതെല്ലാം നീ ഏറ്റുപറയും. അവിടുന്ന് ഏറ്റുപറയുന്ന ഏറ്റുപറയും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലം ഏറ്റുപറയുന്നതെല്ലാം ഏറ്റുപറയും. അവിടുന്ന് ഏറ്റുപറയുന്ന ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ആത്മീയ മകനും വാത്സല്യവാനും എന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും ചുമതലപ്പെട്ടിരിക്കുന്ന പോലെയും യാതൊരു മടിയും കൂടാതെ നിലനിൽക്കണം. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ധൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതിലിൽ നിന്നും മനുഷ്യരെ അകറ്റി തലക്കിടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ അകന്നിരിക്കണം. പൗലോസ്ലീഹ കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുന്നവനും നിരൂപണയിൽ ജാഗ്രതയുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും മൽപ്പാനും വീഞ്ഞിന്മേൽ കടക്കാത്തവനും ആൽക്കഹോളിക് എന്നുള്ള അർത്ഥമാണ്. വീഞ്ഞിന്മേൽ കുറിയാനി പ്രയോഗമാണ്. അടിക്കാൻ ധൃതി കൂട്ടാത്തവനും കശീശാസ്ഥാനത്തിന് യോഗ്യൻ. അവൻ വിനീതനും ഷണ്ഡ കൂടാത്തവനും ദ്രവ്യസ്നേഹം മുതലായവ ഇല്ലാത്തവനും ആയിരിക്കണം. ലൗകിക സമ്പാദത്തിന് കവർച്ചയായ പലിശയിൽ നിന്ന് അകന്നിരിക്കണം. എന്നാൽ ഇവയെല്ലാം ദൈവത്തിന് മുമ്പിൽ നിന്ദ്യങ്ങളായ കാര്യങ്ങളാണ്. ഒരുവൻ ഇപ്രകാരമെല്ലാം പ്രവർത്തിക്കുകയും ആചാരക്രമത്തിൽ പെട്ടവനായിരിക്കും ചെയ്താൽ അവൻ ദൈവത്തിൽ നിന്നും വൈദിക സ്ഥാനം തള്ളപ്പെട്ടവനായിത്തീരും. ഇതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. നീ ആകട്ടെ ശാന്തനും വിനീതനും
നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരവും കണ്ണുനീരോടും നെടുവീർപ്പോടും കൂടെ നിനക്ക് വേണ്ടിയും നിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം. ദൈവം നിന്നെ സഹായിക്കുന്നതിനും നീ നിൻ്റെ ജനവും പൈശാചികമായ പരീക്ഷകളെ പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അപേക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇതെന്നും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം തന്നെ. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അവർ കണ്ട് സ്വർഗത്തിലുള്ളവനായ പിതാവിനെ സ്തുതിക്കട്ടെ എന്ന അരുളിച്ചെയ്ത പ്രകാരം വിദേശികളെയും ദരിദ്രരെയും നീ സ്നേഹിക്കുകയും എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറുകയും ചെയ്യണം. ഇങ്ങനെ പ്രവർത്തിച്ചാൽ സഭയുടെ ശുശ്രൂഷയ്ക്ക് നീ യോഗ്യനായിത്തീരും. കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും പരേതരെയും തന്നെ ന്യായവിധിക്കുമ്പോൾ നീ നിന്റെ ജനവും കരുണയും ദൈവത്തിൻ്റെ മുമ്പാകെ മുഖപ്രസാദവും നേടും. എനിക്കോ എൻ്റെ മകനെ എനിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത വഴി ദുഃഖമുണ്ടാകുവാൻ ഇടയാകരുത്. എന്നാലോ എനിക്കും നിനക്കും ദൈവത്തിൻ്റെ മുമ്പിൽ മുഖപ്രസാദം ലഭിക്കട്ടെ. അവിടുത്തെ മുമ്പിൽ നാം സന്തോഷിക്കട്ടെ. ഞാനും നീയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എപ്പോഴും കരയേറ്റ് ചെയ്യുവാനിടയാകട്ടെ. ഈ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം നീ സമ്മതിക്കുന്നുണ്ട്. അടയാളമായി ഈ പുസ്തകത്തിൽ ഇതിൻ്റെ കൈയടയാളമാകുന്ന ശ്രീവായുടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകലിടണം. ഇപ്പോൾ എൻ്റെ സഹോദരനും വാത്സല്യവാനും ഈ പുസ്തകത്തിൻ്റെ കൈയടയാളം, അതായത് കുരിശിൻ്റെ അടയാളം നീ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിലും ബഹുമാനമുള്ള മാലാഖമാരുടെയും ഈ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ അത് നിനക്ക് സാക്ഷിയായിരിക്കും. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സത്യവിശ്വാസം യാതൊരു വ്യത്യാസം കൂടാതെ പാലിച്ചു കൊള്ളണം. അത് മാറ്റം കൂടാതെ മുഖോഷം കൂടാതെയും പിടിച്ചു കൊള്ളണം. കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിൻ്റെ നാളിൽ അവിടുത്തെ മുമ്പിൽ എനിക്ക് നിനക്കും പ്രസന്നമായ മുഖത്തോടെ നിൽക്കുവാൻ ഇടയാകട്ടെ. യഥാർത്ഥ ശിഷ്യന്മാർക്ക് വിഹിതമായിരിക്കും പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും ഈ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നുള്ളതിൻ്റെ അടയാളമായി നേരത്തെ ഇട്ട കുത്തുകൾ യോജിപ്പിച്ച് കൈയടയാളമാകുന്ന സ്ലീവ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവനുമായ എൻ്റെ മകനും സഹോദരനുമേ, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നതിൽ യാതൊന്നും വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിൻ്റെ തെളിവായി ഈ പുസ്തകത്തിൽ നീ കുരിശടയാളം പതിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്ന കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നീതിയോടുകൂടിയ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാൾ എനിക്ക് നിനക്കും മധ്യേ ദൈവം ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ റൂഹ നിൻ്റെ മേൽ ആവസിക്കുന്നതിന് സ്വർഗത്തിലേക്ക് എൻ്റെ കൈകൾ ഉയർത്തിയിരിക്കുന്നു. എന്തെന്നാൽ ഈ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് ബലഹീനത ഞാൻ മധ്യസ്ഥനാകുന്നു. അപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന എല്ലാ കൽപ്പനകളും വെച്ച് ഒരു കൽപ്പനയും നീ ലംഘിക്കരുത്, ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ ഉന്നതമായ ഈ പദവിക്ക് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ അനുസരണമുള്ളവനും ചൊല്ലുവിളിയുള്ളവനും ശാന്തനും വിനീതനും ആയിരിക്കണം. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നതിൽ ഒരു ചെറിയ കൽപ്പന നിമിത്തമായെങ്കിലും നിന്നോട് കോപിക്കാതിരിക്കുവാൻ നിഗളത്തിൽ നിന്ന് അകന്നിരിക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ തന്നെ മാലാഖമാരുടെയും ദിവ്യന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും മുമ്പാകെ രണ്ടാം പ്രാവശ്യം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാറ്റിലും യാതൊന്നും വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിലേക്ക് എനിക്ക് നിനക്ക് കൂടി ഒരു സാക്ഷികളായിരിക്കട്ടെ. നീ അഹങ്കാരപൂർവ്വം കൽപ്പനകളിൽ ഏതെങ്കിലും ചെറുതായിട്ടുള്ളതുപോലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിക്കുന്ന എല്ലാത്തിൽ നിന്നും അന്യനുമായി തീരും. പരിശുദ്ധ സഭയുടെ വേലധ്യക്ഷനായ കാതോലിക്കബാവയുടെയും സത്യവിശ്വാസികളായ സഹോദര മേൽപ്പട്ടക്കാരുടെയും ബലഹീനായ എനിക്കെതിരായോ അഹങ്കാരപൂർവ്വം നിന്നാൽ നീ ശാപഗ്രസ്തനും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ നഗരപ്പെട്ടവനും തള്ളപ്പെട്ടവനും വേർതിരിയപ്പെട്ടവനും ആയിത്തീരും. നിന്നെ ഏൽപ്പിക്കുന്ന രഹസ്യങ്ങൾ നീ വ്യർത്ഥനായിത്തീരും. നീ നിൻ്റെ അഹങ്കാരത്തിന് എതിർ നിന്നെ സഹായിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ മൂന്നാം പ്രാവശ്യം ജീവനുള്ള ദൈവത്തിന് മുമ്പായി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ശ്രീഹന്മാരുടെ കാനോനാകളെയും സത്യവിശ്വാസത്തെയും മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളും എന്നുള്ളതിലേക്ക് അവർ നിനക്ക് സാക്ഷികളായിരിക്കട്ടെ. മൃഗീയവും മനുഷ്യരഹിതമായ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് സ്ഥാനാർത്ഥിയുടെ തലയിൽ നിന്ന് കുരിശടയാളത്തിൽ മുടി വെട്ടി മാറ്റുന്നത്. Bestafar Yaakov Gadishode Bine Yad Saromise Risel Gluhunavode Dile Havu Sodoyo Kosmodabo
മനസ്സിലാക്കുക. ബഹുമാനമുള്ള കുരിശിൻ്റെ അടയാളം എനിക്ക് നിനക്ക് ഇടയിൽ സാക്ഷ്യമായിരിക്കും. എൻ്റെ ബലഹീനയ്ക്കെതിരായ അഹങ്കാരത്തോടെ നിന്നാൽ ആചാരത്തിൽ നിന്നും നിന്നെ ഏൽപ്പിക്കുന്ന രഹസ്യങ്ങൾ നീ ഉരിയപ്പെട്ടവനായിത്തീരും. ഇപ്പോൾ കർത്താവേ മിശിഹായോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് എന്നെയും നിന്നെയും രക്ഷിക്കട്ടെ, അശുദ്ധിയിൽ അകറ്റട്ടെ. നീ നന്നായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴി സന്തോഷത്തോടും പ്രസന്നമായ മുഖത്തോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശിക്കൊള്ളുക എന്ന് വലതുഭാഗത്തുള്ളവർ പറയുന്ന സന്തോഷകരമായ ശബ്ദം നമ്മെ എല്ലാവരെയും കേൾപ്പിക്കുന്നതിനും ദൈവമാതാവ് അന്യമറിയാമ്മയുടെയും പ്രത്യേകാല ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന വഴിയായി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി വായിക്കുന്നത് വിശ്വാസികൾക്കുള്ള ഗുണദോഷമാണ്. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമായ വിശ്വാസികളെ, ഇന്ന് പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ കശീശ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുന്നതിനും ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലുവിളിയുള്ളവരുമാക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ വളർച്ചയിൽ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്നും വെടിപ്പുള്ള ശമ്പാശന്മാരും ദേശങ്ങളുടെ പട്ടക്കാരും ഉത്തമനായ സന്യസ്തരും ഉണ്ടാകുന്നതിന് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. പൈശാചിക പരീക്ഷകളിൽ നിന്നും നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ചുവടെ ഊടുകളിൽ നിങ്ങളെ നടത്തട്ടെ. സമാധാനത്തോടെ നിങ്ങളെ നയിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ നമ്മുടെ പിതാവ് അബ്രഹാമിന്റെ വഴിയിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്ക് ഒരു കൂടി രാജ്യം അവകാശമുള്ളൂ എന്ന് പറയുന്ന ശബ്ദം നമ്മളെയും നമ്മുടെ മരിച്ചവരെ അവിടുന്ന് കേൾപ്പിക്കട്ടെ. ആ ദൈവമാതാവ് അന്യമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.